കേരളത്തിൻ്റെ പൊതുബോധം RSSനെ സംശയത്തോടെ നോക്കി നിന്ന ഒരു കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനം രാജ്യത്തിൻ്റെ കരുത്താണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കാണിച്ച ആർജവം ഇന്നും വിസ്മയമാണ്. ഞാനൊരു മുൻവിധിയോടുകൂടിയുള്ള എതിർപ്പുള്ള ആളല്ല. RSSനോട് എതിർക്കുന്നവർക്ക് മുൻവിധി ഉണ്ടെങ്കിൽ അതെനിക്കില്ല. ഞാൻ അതിനെ വിശാലമായ രീതിയിൽ കാണുള്ളൂ. ഞാൻ അറിയുന്ന അനവധി RSSകാർ വളരെ രാജ്യസ്നേഹമുള്ളവരും വളരെ ധീരന്മാരും നല്ല സേവനങ്ങൾ ചെയ്തിട്ടുള്ളവരും ആ കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരു മടിയുമില്ലാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ രാജ്യസ്നേഹികളുടെ കൂടാരമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് KT തോമസ് 2018 മനോരമയ്ക്ക് നൽകിയ ആ അഭിമുഖം ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ സുരക്ഷിതത്വം 4 തൂണുകളിലാണ് നിലനിൽക്കുന്നത്. ഭരണഘടന, ജനാധിപത്യം, സൈന്യം എന്നിവയാണ് ആദ്യത്തെ 3 ഘടകങ്ങൾ. എന്നാൽ ഞാൻ 4ാമത്തെ ഘടകമായി കാണുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയാണ്. വൈകിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും കാഴ്ചപ്പാടുകളെയും രാജ്യം ഇപ്പോൾ അർഹമായ രീതിയിൽ ആദരിച്ചിരിക്കുന്നു. ആർക്കും ചോദ്യം ചെയ്യാനാവാത്ത നീതിബോധവും രാജ്യസ്നേഹവും മുൻനിർത്തി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണിത്. ഇനി അദ്ദേഹം പത്മവിഭൂഷൺ ജസ്റ്റിസ് KT തോമസ്